സാർ 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 കിട്ടില്ല കഴിഞ്ഞോ? എപ്പോഴേ കഴിഞ്ഞു. ആരാ പിടിച്ചത്? നമ്മുടെ ഹെഡ് മാസ്റ്റർ പിള്ള സാർ. അപ്പൊ വിഷ്ണുനാരായണൻ പിടിച്ചില്ലേ? ആ പിടിക്കാൻ പോയിട്ടുണ്ട് ഭക്തപ്രിയൻ ചിട്ടി ഫണ്ടിലേക്ക്. താങ്ക് യു. എന്താ ഇത്? സോറി സാർ. ആരാ സാറേ എന്താ ഇത്? വേറെ ആരാ? ആ വിഷ്ണുവിനെ തിരക്കിയ 10,000-ന്റെ ഒരു ചിട്ടി പിടിക്കാൻ വന്നവന്റെ പുറകിൽ 10,000 പേരാ. ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്. അകത്ത് ലേലം നടത്തോണ്ടിരിക്കുക. ലേലം ഇവിടെ നടക്കട്ടെ. അവനെ ഇറക്കി വിട്. ആ വിഷ്ണുനാരായണൻ കൂടെ ഇറക്കി വിടോ. അങ്ങനെ ആൾ ഇവിടെ വന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഓ അടുത്തത് എന്താ എന്താ? വിഷ്ണുനാരായണ ഇല്ല ഇവിടെ. എന്റെ പൊന്നു ചേട്ടാ, അങ്ങേര് ഇവിടെ വന്നില്ല. അങ്ങേരെ കാത്ത ഇവരെല്ലാം ഇവിടെ നിൽക്കുന്നത്. എന്നാ വരട്ടെ, കണ്ടിട്ട് തന്നെ പോവാം. 14,500, 15,000, 15,000 ഒരു തരം, 15,000 രണ്ടു തരം, 15,100. നിങ്ങൾ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയ കൈ വല്ല ഒതുങ്ങണ്ടേ? എന്നാ താനങ്ങ് വിട്ടോ, ഞാൻ പിടിച്ചോളാം. 15,100 ഒരു തരം, 15,100 രണ്ടു തരം. ലേലം ഉറപ്പിക്കാൻ പോവാ. 15,100. $16,000 ഒരു തരം, 16,000 രണ്ടു തരം, 17,000. അയ്യോ എന്റെ പൊന്ന് ചേട്ടാ, ചതിക്കരുത്. ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ഞാൻ. ഈ ചിട്ടി പിടിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ തൂങ്ങിച്ചാവുക നിവൃത്തിയുള്ളൂ. അത്ര കഷ്ടത്തിലാ ഞാൻ. ഇത്തിരി കഷ്ടത്തിലാ. 17,000 ഒരു തരം. ഒരു മിനിറ്റ് ചേട്ടാ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം, ഒന്ന് വിട്ടേക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? തനിക്ക് എന്താ എത്ര ആവശ്യം? ഇന്നലത്തെ കപ്പലിൽ ദുബായിൽ നിന്ന് ഒരു പെട്ടി സ്വർണം വന്നിട്ടുണ്ട്. അതീന്ന് കുറച്ച് വാങ്ങാനാ. 17,000 രണ്ടു തരം, 17,500. ഇനിയെങ്കിലും ഈ ചുറ്റിക്കളിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്റെ വിഷ്ണു? തൽക്കാലം ഒരു കടവെങ്കിലും വീട്ടാൻ സാധിച്ച അത്രയെങ്കിലും ആയില്ലേ? ജീവിതം കൈവിട്ടു പോവാ എന്റെ ദാമുവേട്ടാ. എല്ലാം ഇട്ടെറിഞ്ഞ് വല്ല കാശിക്കോ രാമേശ്വരത്തോ പോയി ഭജന ഇരുന്നാലോ ഒന്ന് ആലോചിക്കാൻ ഞാൻ. വിഷ്ണു അതിലേ വരാ. എനിക്ക് കേൾക്കണ്ട. ഞാൻ പറയണ ഒന്ന് കേൾക്ക്. പോകാം. വീട് ജപ്തി ചെയ്യാൻ ആള് വന്ന്. ചെയ്തോട്ടെ, അതിന് എന്റെ വീടല്ലല്ലോ, നിന്റെ വീടല്ലേ? അയ്യോ എന്റെ വീടല്ല, നിന്റെ വീടാ. അയ്യോ ഈ കാപ്പിയൊന്ന് മുറത്തേക്കൊണ്ടേ കൊടുത്തേ. അതെ, വിഷ്ണു കഴിഞ്ഞ ഓണത്തിന് വാങ്ങിത്തന്ന സാരിയില്ലേ, ഒറ്റ അലക്കിന് കളർ മുഴുവൻ അങ്ങ് പോയി. അവൻ അല്ലേലും അങ്ങനെ സെലക്ഷനെ അറിയില്ല. നീ ആ കാപ്പി അങ്ങോട്ട് കൊടുക്ക്. സെലക്ഷൻ അറിയാത്തോണ്ടൊന്നും അല്ല, നക്കാപ്പിച്ച വില കൊടുത്ത് വാങ്ങിയാൽ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. എടി, നിന്നോടാ പറഞ്ഞത് ഈ കാപ്പി അങ്ങോട്ട് എടുത്തോണ്ടേ കൊടുക്കാൻ. ഇവക്കെന്നെ ചെവി കെട്ടൂടെ? ആ അവതാളം കേക്കണ്ടാന്ന് വെച്ചിട്ടാ. പിന്നെ ചേട്ടനെ കുറ്റം പറയുന്നതും കേൾക്കാണ്ടിരിക്കാലോ. ചേട്ടനെ പറഞ്ഞപ്പോ അവക്കങ്ങ് നൊന്തു. എന്റെ മാത്രം ചേട്ടനല്ലോ, നിങ്ങളുടെ ആങ്ങളെയല്ലേ. പിന്നെ ഒരു വ്യത്യാസമുണ്ട്. ചേട്ടന് പറഞ്ഞാൽ എനിക്ക് നോവും, നിങ്ങൾക്ക് നോവില്ല. ആ പാവം ഒരു ദിവസം കണ്ണടച്ചാലേ എന്റെ പുന്നാര ചേച്ചിമാരും അവരുടെ പ്രശസ്ത ഭർത്താക്കന്മാർ മാങ്കുളം ബ്രദേഴ്സും പട്ടിണിയാവും. ചുമ്മാതല്ലടി, കെട്ടുപ്രായം കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ മൂത്ത് നിൽക്കുന്നത്. ആ ഞാൻ നിന്നോളാം, നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾ കുറ്റം പറയുന്ന ആ വിഷ്ണു ഉണ്ടല്ലോ, അയാളെ നാട് മുഴുവൻ കടം വാങ്ങിയിട്ടാ മൂക്കുന്നതിന് മുമ്പ് നിങ്ങളെ കെട്ടിച്ചയച്ചത്. പെണ്ണിന്റെ ഒരു ജാടേ. ഇളയ മോളല്ലേ, അതിന്റെയാ. ഒന്ന് നിർത്ത്. ചായ ഒന്ന് നിർത്താൻ. അല്ല, നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ഗോമതി, നീ രാജ്യത്തെങ്ങും അല്ലേ? കുന്നത്തൂർ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നത് ഇന്നല്ലേ? അവിടുത്തെ ഉദ്ഘാടന കച്ചേരി ഞങ്ങൾ മാങ്കുളം പ്രദേശിന്റേതല്ലേ? ഞങ്ങൾ ഇന്നൊരു കലക്ക് കലക്കും. അതെ, കലക്കും കലക്കും. അച്ചിവിട്ടി കിടക്കുന്നും പോരാ, ബീപ്പിനൊരു കുറവുമില്ല. ആ പെണ്ണ് പറഞ്ഞു നേരാ. വിഷ്ണു ഒരുത്തനിലേക്ക് കാണാം 4 നേരം കഞ്ഞി കുടിച്ച് കിടക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടൊക്കെ ഇതാ, ഞങ്ങൾക്ക് പോയേക്കാം. തറവാട്ട് പേരിന് ഒരു കുഴപ്പമില്ല. പൊന്നും മടം പൊന്നൊക്കെ കുഴിച്ചിട്ടിരിക്കുമല്ലേ ഇവിടെ. അതെ, ഒരു കാലത്ത് ഞങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ കഴിഞ്ഞിരുന്നേ. പറഞ്ഞുറപ്പിച്ച സ്ത്രീധനത്തുക ഇതുവരെ തന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് വർഷം 5 കഴിഞ്ഞു, ഇപ്പഴാ സ്ത്രീധനം. പെട്ടുപോയത് ഞങ്ങളല്ലേ. ഒരു വേലയും കൂലിയില്ലാത്ത അമ്പലം നിറങ്ങിയാലും ഞങ്ങളുടെ തലയിൽ വായി പോയി. ശരിയാ.
പരിപാടി ബുക്ക് ചെയ്യാൻ വന്നവരാന്നാ തോന്നുന്നേ. ഇതങ്ങോട്ടേക്ക്. ഒരു മിനിറ്റ് ഒന്നും എന്താ? ഒന്നും എന്താ? നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. സംസാരിക്കാനോ? ആ. എന്ത് സംസാരിക്കാൻ? താനാരാ? ഞാൻ വിഷ്ണുനാരായണൻ. ഓ, പൊന്നമ്പടത്തിൽ വിഷ്ണുനാരായണൻ. അതെ സാർ, ആ ഹതഭാഗ്യം ഞാനാണ്. അത് ശരി. എന്താ സംസാരിക്കാന്ന് വെച്ചാ പറഞ്ഞോ. സാർ പ്ലീസ് ദയവ് ഇത് വീട് ഇപ്പൊ ജപ്തി ചെയ്യരുത്. അത്രേ ഉള്ളൂ. എടോ, ഞങ്ങള് വീട് ജപ്തി ചെയ്യാൻ വന്നതല്ല. ഓ സന്തോഷം. ജപ്തിക്ക് മുമ്പുള്ള നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാ. സാർ പ്ലീസ് സാറിന്റെ ഗതികേട് മനസ്സിലാക്കണം. കെട്ടുപ്രായത്തെ പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് കാശ് കടം മേടിക്കേണ്ടി വന്നു. അത് പലിശ കയറി മുടിയാറായപ്പോ വീട്ടുകാരറിയാതെ ഈ വീട് പണയപ്പെടുത്തിയാ ഞാൻ ആ കടം വീട്ടിയത്. ഇപ്പൊ സാർ ഈ നോട്ടീസ് ഇവിടെ ഒട്ടിച്ച ജപ്തിക്ക് മുമ്പ് ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ നടക്കും സാർ. ഓ, ഇതല്ല എന്നോട് എന്തിനാ പറയുന്നത്? ഞാൻ പിന്നെ ഇത് വേറെ ആരോട് പറയും? ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാലിൽ- കാലൊന്നും പിടിക്കണ്ട. എടോ, ജോലിക്ക് തടസ്സം ഉണ്ടാക്കരുത്. ഒട്ടിക്ക്. ഇന്നത്തെ കച്ചേരി ഒരു കലക്കണം. സംഗീത വിദ്വാൻമാർ ഒറ്റക്കയറിൽ തൂങ്ങി മരിച്ചു. ഒരു നല്ല വഴിക്കിറങ്ങുമ്പോ വായിക്കാൻ കണ്ട വാർത്ത. തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടി കയറി. തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലോ? അവിടെ നമ്മുടെ പരിപാടിയല്ലേ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടോ? അയ്യോ പേരില്ല, വാർത്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ട്. നിനക്ക് തെറ്റി കാണും. ഞാനൊന്ന് നോക്കട്ടെ. പേരാണ് നോക്കട്ടെ. ഇതിനൊന്നുമില്ല. വാ. അയ്യോ. കിത്താങ്കെടുക്കരുത്, താങ്കെടുക്കരുത്, ഇന്നെ താങ്കെടുക്കരുത്, താങ്കെടുക്കരുത്, ഇത്താങ്കെടുക്കരുത്, താങ്കെടുക്കരുത്, തരികിട തരികിടതോ. കിടതോ തരികിട, താങ്കെടുക്കരുത്, തരികിട, താങ്കെടുക്കരുത്, തരികിട. അളിയൻ വിളിച്ചോ? ഇല്ല. തോണ്ടിയ പോയെ? ഇല്ലേ ഇല്ല. ദേവു, ദേവു, ദേവകി, വരുന്നു. സന്ധ്യാനേരത്ത് വാതിലും തുറന്നിട്ട് എവിടെ പോയി കിടക്കുക? 3-4 പെണ്ണുങ്ങളുള്ള വീടാ. പഠിക്കൽ ഇത്ര വെള്ളം കൊടുന്നു വെക്കണമെങ്കിൽ അതിനി വേറെ ആളെ നിർത്തേണ്ടി വരുമോ? എത്തേണ്ട നേരം ആയില്ലല്ലോ. ഇന്നെന്താ നേരത്തെ? അത്താഴ പൂജ കഴിയും മുമ്പ്. അത്താഴ പൂജയും നിർമ്മാലിയൊക്കെ ഞാർക്കാ കാണാൻ പറ്റുക? കുടുംബക്ഷേത്രം നാട്ടുകാരെ കൈയടക്കാൻ പോവല്ലേ? ഇനി ഭഗവതിയെ കൂടി അവിടുന്ന് ഓടിച്ചാലേ അവർക്ക് തൃപ്തിയാവൂ. പുതിയൊരു വാർത്തയായിട്ടാ അപ്പൊ കമ്മിറ്റിക്കാർ വന്നിരിക്കുന്നത്. കോടതി വിധി ഉണ്ടാവും അത്രേ. വരും പോലെ വരട്ടെ. ഇനി ദേവിയുടെ ഇഷ്ടം എന്താ വെച്ചാ അതുപോലെ നടക്കട്ടെ. അമ്മേ ഭഗവതി, ചിലപ്പോ പൊന്നമ്മടക്കാര് നടത്തുന്ന അവസാനത്തെ ഉത്സവമായിരിക്കും ഇത്. വിഷ്ണുവിനോടൊന്ന് പറഞ്ഞേക്കേ, ഭഗവതിയുടെ ശാപം ഏറ്റുവാങ്ങണ്ടെന്നുണ്ടെങ്കിൽ നാളെ നടയടച്ച് കൊടിയിറങ്ങും മുമ്പെങ്കിലും ഒന്ന് പോയി തൊഴുതോളാൻ. നിനക്കറിയാലോ, കുട്ടിക്കാലം മുതലേ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിലേറ്റി വെച്ചവനാണ് ഞാൻ. കുടുംബനാഥനായി പേരിന് അച്ഛനുണ്ടായിരുന്നു മാത്രം. ക്ഷേത്രത്തിന്റെയും ഭഗവതിയുടെയൊക്കെ കാര്യങ്ങളല്ലാതെ അച്ഛന്റെ മനസ്സിൽ മറ്റൊന്നുമില്ലായിരുന്നു, അന്നും ഇന്നും. അതിനിടയിൽ കുടുംബം എങ്ങനെ കഴിയുന്നു, മക്കൾ എങ്ങനെ ജീവിക്കുന്നു, ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുമില്ല. ഏത് ദുർഘടഘട്ടത്തിൽ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ കടമ്പ എങ്ങനെ കടക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഭൈരവ. എന്നെ വിശ്വസിക്കുന്ന ഒരു കുടുംബം മുഴുവൻ തെരുവിലിറങ്ങേണ്ടി വന്ന. വിഷ്ണു, അത്ര കടന്നൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. എന്ത് കാര്യത്തിൽ നിന്നോടൊപ്പം നിന്നിട്ടുള്ളവനാ ഞാൻ. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. ജപ്തി ഒഴിവാക്കാനായില്ലെങ്കിലും അത് നീട്ടിക്കിട്ടാനൊരു ശ്രമം നടത്തിക്കൂടെ? എങ്ങനെ? നമുക്ക് ആ ഡെപ്യൂട്ടി തഹസിൽദാരെ പോയി ഒന്ന് കാണാം. ഇത്തിരി മനുഷ്യത്വമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ കാര്യം നടന്നേക്കും.